dear aspirants, welcome to Xylem SSC Arabic. അപ്പോൾ നമുക്ക് പുതിയ രണ്ട് അപ്ഡേഷൻസ് ആണ് SSCയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ CGL 2025ന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ അതായത് സൈലത്തിന്റെ റിസൾട്ടും കാര്യങ്ങളും നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. അതിനു മുമ്പ് രണ്ടാമത്തെ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഈ സ്ലൈഡിംഗ് മെക്കാനിസം റിലേറ്റഡ് ആയിട്ട് അലോട്ട്മെന്റിൽ സ്ലൈഡിംഗ് മെക്കാനിസം എന്താണെന്നുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ മാർച്ചിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റിസൾട്ടിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് നമ്മുടെ CGL 2025ന്റെ റിസൾട്ടിലാണ് ഈ ഒരു മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും ആയിട്ട് നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് സ്ലൈഡിംഗ് മെക്കാനിസം, അതിൽ ഫിക്സും ഈ ഫ്ലോട്ടും ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് ചൂസ് ചെയ്യുന്ന നല്ലത്, എന്താണ് റിസ്ക് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ ഈ ഒരു സ്ലൈഡിംഗ് മെക്കാനിസത്തിന്റെ ഒബ്ജക്റ്റീവിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പൊ ഓൾറെഡി നമുക്ക് സർവീസിൽ ഇരിക്കുന്ന എന്നാൽ നമ്മൾ ഡ്രീം ചെയ്ത ഒരു ജോബ് ഒന്നും കിട്ടാത്ത ഒരാളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യും, അവര് അടുത്ത നല്ല ജോലിക്ക് വേണ്ടിയിട്ട് വീണ്ടും എക്സാംസ് ചെയ്തു അല്ലെ. അപ്പം ചിലപ്പോൾ അവർക്ക് വിചാരിച്ച ജോബ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഏതാണോ അതിൽ തന്നെയൊക്കെയാണ് ഉള്ളതെങ്കിൽ അവരെന്ത് ചെയ്യില്ല, അതിൽ ജോയിൻ ചെയ്യൂല. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യാത്ത സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് പൊതുവെ നമുക്ക് ആ ഒരു പോസ്റ്റ് അടുത്ത സൈക്കിളിൽ അടുത്ത എക്സാമിലുള്ള ആ ഒരു വേക്കൻസി ലിസ്റ്റിലോട്ട് പോവുകയും അത് ഇവിടെ ഫില്ല് ചെയ്യപ്പെടാതിരിക്കുകയും അങ്ങോട്ട് പോവുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഓരോ വർഷവും ഒരുപാട് വേക്കൻസീസ് എന്ത് ചെയ്യാറുണ്ട്, മുന്നോട്ടുള്ള സൈക്കിളിലോട്ട് പോവാറുണ്ട്. അപ്പൊ അങ്ങനെ ഫില്ല് ചെയ്യാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെക്കാനിസം ആണ് ഈ ഒരു സ്ലൈഡിംഗ് മെക്കാനിസം. ഒരു എക്സാം സൈക്കിളിൽ തന്നെ മാക്സിമം വേക്കൻസീസ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നാമത് ഞാൻ പറഞ്ഞു, പ്രൊവൈഡ് ഫെയർ ആൻഡ് മെറിറ്റ് ബേസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് അതേപോലെ തന്നെ എന്താണ്, അൺഫിൽഡ് വേക്കൻസീസ്, ആബ്സെന്റീസ് കാരണം, നോൺ ജോയിനീസ് കാരണം ഒക്കെ ഉണ്ടാവുന്ന വേക്കൻസീസ് ഫില്ല് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ റൗണ്ട് എന്ത് ചെയ്യാം, ഒരു അലോട്ട്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് റൗണ്ട് അലൊക്കേഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ CGLന്റെ റിസൾട്ട് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ FRTA ആണ്, ഫസ്റ്റ് റൗണ്ട് അലൊക്കേഷൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ +1 +2 അലോട്ട്മെന്റിന് ഫസ്റ്റ് എന്ത് ചെയ്യും, ഒരു ട്രയൽ അലോട്ട്മെന്റ് വരും അല്ലെ. ട്രയൽ അലോട്ട്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പോയിട്ട് ജോയിൻ ചെയ്യില്ല, സ്കൂളിലൊന്നും ജോയിൻ ചെയ്യൂല. അത് നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, ആ ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു രീതിയിലുള്ളൊരു സംഭവം, ഒരു ട്രയൽ അലോട്ട്മെന്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ട്രയൽ ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് റൗണ്ട് അലൊക്കേഷൻ. പക്ഷെ ഇതിന്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, ഈ ഫസ്റ്റ് റൗണ്ട് അലൊക്കേഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരെ മാത്രമേ അടുത്ത അലോട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. പുറത്തുള്ള ആൾക്കാരെ വീണ്ടും നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നില്ല. അത് മനസ്സിലാക്കുക കേട്ടോ. അതായത് ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഇനി വെറുതെ ഹോപ്പ് വെച്ചിട്ട് കാര്യമില്ല, അവരെ വീണ്ടും എന്ത് ചെയ്യൂല, ഒരിക്കലും അടുത്ത അലോട്ട്മെന്റിലോട്ട് പ്രിഫർ ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കാൻഡിഡേറ്റ്സിന് ഓൾറെഡി പ്രിഫറൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പ്രിഫറൻസും അവരുടെ റാങ്ക് ഒക്കെ വെച്ചിട്ട് എന്ത് വെച്ചു, ഒരു ഫസ്റ്റ് റൗണ്ട് അലോക്കേഷൻ, ഒരു ട്രയൽ അലോട്ട്മെന്റ് ഓൾറെഡി വന്നു ഇപ്പൊ 2025 റിസൾട്ടില്. ഇനി നമുക്ക് ആ ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു IV ഉണ്ട്, അതായത് ഐഡന്റിറ്റി വെരിഫിക്കേഷന് പോവേണ്ടതായിട്ട് വരും. അപ്പൊ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഫൈനൽ ആയിട്ടുള്ള അലോട്ട്മെന്റ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഫിക്സ് ആൻഡ് ഫ്ലോട്ട് ഓപ്ഷൻസ്. അപ്പൊ ഈ IVക്ക് പോകുന്നതിനു മുമ്പ് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ഡാഷ്ബോർഡ്, നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ പോർട്ടൽ ഉണ്ടല്ലോ, SSCയുടെ പോർട്ടലില് ഇവരുടെ ഡാഷ്ബോർഡിൽ നമുക്ക് ഇതിനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിക്സ് ആണോ ഫ്ലോട്ട് ആണോ എന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ നിങ്ങൾക്കിപ്പം FRTA എന്ന് പറയുന്ന ഈ ഫസ്റ്റ് റൗണ്ട് അലൊക്കേഷനിൽ നിങ്ങൾ ആദ്യം തന്നെ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഒന്നാമത്തെ പ്രിഫറൻസ് A എന്ന് പറയുന്ന പോസ്റ്റ്, രണ്ടാമത്തത് B, മൂന്നാമത്തത് C ആയിരുന്നു എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് B ആണ്. ഇപ്പൊ നിലവിൽ FRTAയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് B ആണ്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് അതിന് മുകളിൽ നിങ്ങൾ കൊടുത്ത A എന്ന് പറയുന്ന പോസ്റ്റ് ഇനി വേണമെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അത് കൊടുക്കുന്നതോടുകൂടെ ഇതെന്ത് ചെയ്തു, നിങ്ങൾ ഈ B എന്ന് പറയുന്ന പോസ്റ്റിൽ ലോക്കായി. പിന്നെ ഓഫ് കോഴ്സ് എന്ത് ചെയ്യില്ല, നിങ്ങൾ ഫർദർ ആയിട്ടും മുകളിലോട്ട് പ്രിഫറൻസിലോട്ടൊന്നും വരാനുള്ള ഒരു സാധ്യതയും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഇത് എൻഷുർ ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് കിട്ടും. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല, ആ ബിയിൽ നിങ്ങൾ
കുഴപ്പമില്ല, ബി കിട്ടിയാൽ ഓക്കെയാണ്. പക്ഷെ എ കിട്ടിയാൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ട് ഓപ്ഷൻ കൊടുക്കാം. ഫിക്സിന് പകരം ഫ്ലോട്ട് ഓപ്ഷൻ. അതായത് ഫ്ലോട്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിൽ ഈ എ എന്ന് പറയുന്ന പോസ്റ്റ് ഓൾറെഡി ചൂസ് ചെയ്ത ആരെങ്കിലും അത് വേണ്ടാന്ന് വെക്കുകയോ അതിന് മുകളിലോട്ടുള്ള പോസ്റ്റിലോട്ട് പോവുകയോ അല്ലെങ്കിൽ ഐവിക്ക് വരാതിരിക്കുകയോ ചെയ്താൽ ആ പോസ്റ്റിലോട്ട് നിങ്ങളെ കൺസിഡർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഹയർ പ്രിഫറൻസ് കൊടുത്ത പോസ്റ്റിലോട്ട് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയാണ് അവിടെ വരുന്നത്. ഇതാണ് ഫിക്സും ഫ്ലോട്ടും വരുന്നത് കേട്ടോ. ദെൻ അപ്പം ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഫിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിലവിൽ എന്താണോ കിട്ടിയത് അത് ഫൈനൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് ഫിക്സ് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വരാനുണ്ട്, ഒരു സ്ലൈഡിംഗ് റൗണ്ട് കൂടെ വരാനുണ്ട്. അതായത് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് അലൊക്കേഷൻ കഴിഞ്ഞിട്ട്. നെക്സ്റ്റ് ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, സ്ലൈഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ട്. അതിനു മുമ്പ് നമുക്കിത് സെലക്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഫിക്സ് ഓർ ഫ്ലോട്ട് നമ്മൾ എങ്ങനെയാ സെലക്ട് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിൽ ഫ്ലോട്ട് ചൂസ് ചെയ്തിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് പരിഗണിച്ചിട്ട് അവർക്ക് അവര് മുകളിൽ കൊടുത്ത പ്രിഫറൻസിലോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, താഴോട്ട് പോവില്ല, മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിഫറൻസിലോട്ട് പോകാനുള്ള സാധ്യത നോക്കും. എന്നിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ റിസൾട്ട് വരിക. ഫൈനൽ റിസൾട്ടിനനുസരിച്ചുള്ള ഡാറ്റ എന്ത് ചെയ്യും, അതാത് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷെയർ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇനി ഇതിന്റെ ഫിക്സ് ഓർ ഫ്ലോട്ടിന്റെ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഫിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പിന്നെ അപ്ഗ്രേഡ് അലോ ചെയ്യൂല. ഫ്ലോട്ട് ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലോട്ടില് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം കിട്ടിയത് ബി ആണ്, രണ്ടാമത്തെ പോസ്റ്റ് ആയ ബി ആണ് ആദ്യം കിട്ടിയത്. എ ആയിരുന്നു എന്റെ ഫസ്റ്റ് പ്രിഫറൻസ്, ഞാൻ ഫ്ലോട്ട് ആണ് കൊടുത്തത്. ഫ്ലോട്ട് കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്തു, ഇത് അപ്ഗ്രേഡ് ആയി എയിലോട്ട് മാറി എന്ന് വിചാരിക്കുക. ഞാൻ നിർബന്ധമായിട്ടും എന്തിൽ ജോയിൻ ചെയ്യണം, എയിൽ ജോയിൻ ചെയ്യണം. പിന്നെന്തില്ല, എനിക്കത് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് റീഫിൽ ആയിട്ട് കിടക്കും, അടുത്ത സൈക്കിളിലോട്ട് പോകും, അടുത്ത എക്സാം സൈക്കിളിലോട്ട് പോകും. ഓക്കെ, ഇനി അതല്ല, ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുകളിലോട്ടുള്ള പ്രിഫറൻസിലോട്ട് മാറാൻ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല, അതിന് നമ്മുടെ റാങ്കോ അത് വെച്ചിട്ട് പിന്നെ അടുത്ത റൗണ്ടിലും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ തന്നെ കിടക്കും, ബിയിൽ തന്നെ കിടക്കും. ഓക്കെ, ഇനി എന്താണ് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് വരും, ഐവിക്കുള്ളൊരു വിൻഡോ ഓപ്പൺ ആവും. അതിനു മുമ്പ് ഈ ഒരു നമ്മൾ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടക്കുന്നത് റീജിയണൽ ആയിട്ടുള്ള ഓഫീസസിലായിരിക്കും കേട്ടോ. ആധാർ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ അവിടെ നടക്കും. അതെങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ ഈ ഒരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, നമ്മൾ ഈ ഒരു ഐവിക്ക് നിങ്ങൾ പ്രസന്റ് അല്ലെങ്കിൽ ഇതിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്താലും, ഫിക്സ് ആണെങ്കിലും ഫ്ലോട്ട് ആണെങ്കിലും ചൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ എന്തിൽ ഉണ്ടായിരിക്കണം, ഐഡന്റിറ്റി വെരിഫിക്കേഷനിൽ നിർബന്ധമായും പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അതിന് പോവാത്ത ആൾക്കാരൊക്കെ എന്തിലാ കൺസിഡർ ചെയ്യുക, ആബ്സെന്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒന്നുകിൽ ആ ആബ്സെന്റി എന്നുള്ള പോസ്റ്റ് എന്ത് ചെയ്യും, തൊട്ട് താഴെയുള്ള ആൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലോട്ട് കൊടുത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും, അത് റീഫിൽ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ അടുത്ത എക്സാം സൈക്കിളിലോട്ട്, അതിലോട്ട് ആരും വരുന്നില്ലെങ്കിൽ അത് അടുത്ത എക്സാം സൈക്കിളിലോട്ട് പോയി പോകുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്ത് ചെയ്യണം, പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി ഈ ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷനും കാര്യങ്ങളുടെ ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, അവരുടെ കാൻഡിഡേറ്റിന്റെ SSC പോർട്ടലിൽ ലോഗിൻ ചെയ്തിട്ട് ഏത് ദിവസമാണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ, ഏത് ദിവസം ഏത് സിറ്റിയിൽ ഏത് ഷിഫ്റ്റിലാണ് നിങ്ങൾക്ക് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ വേണ്ടതെന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അത് പ്രിഫറൻസ് കൊടുക്കാനുള്ളൊരു ഇത് നിങ്ങൾക്ക് ഓപ്പൺ ആവും കേട്ടോ, കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആവും. അതിനനുസരിച്ച് അതെങ്ങനെയാ വരുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വെരിഫിക്കേഷൻ വെന്യൂല് റിപ്പോർട്ട് ചെയ്യാം. ആൻഡ് റിപ്പോർട്ട് ചെയ്യാത്ത ആളുടെ കാൻഡിഡേച്ചർ എന്ത് ചെയ്യും, ക്യാൻസൽ ആവും എന്നുള്ളത് നിർബന്ധമായിട്ടും ഓർത്തു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അവിടെ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ഉണ്ടാവും വെരിഫിക്കേഷൻ വെന്യൂല്. അതേപോലെ തന്നെ ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ബയോമെട്രിക് ഓതന്റിക്കേഷൻ ആയിരിക്കും. പിന്നെ ഫിംഗർ പ്രിന്റ് മാച്ചിങ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ആകെ അവിടെ ഡോക്യുമെന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഒന്ന് ആധാർ കാർഡും, രണ്ടാമത്തത് പ്രിന്റ് ഔട്ട് ഓഫ് ദ സ്ലോട്ട് സെലക്ഷൻ കൺഫർമേഷൻ
സ്ലിപ്പ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയാം കേട്ടോ. ഈ 2 കാര്യങ്ങളുമാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോവേണ്ട ഡോക്യുമെന്റ്സ്. ഓക്കെ, ദെൻ ഓക്കെ. അപ്പൊ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്താണ്, ഫിക്സ് കൊടുത്ത ആൾക്കാർക്ക് അതിനനുസരിച്ച്, അല്ലെങ്കിൽ അവിടെ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫൈനലൈസ്ഡ് ആവും. ഫ്ലോട്ട് കൊടുത്ത ആൾക്കാർക്ക് അതിന് മുകളിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ആയിട്ട് നമുക്ക് എന്ത് വരും, ഫൈനൽ ലിസ്റ്റ് വരും. ആ ഫൈനൽ ലിസ്റ്റിന്റെ ഡാറ്റ എന്ത് ചെയ്യും, അവർ അതാത് ഡിപ്പാർട്ട്മെന്റിലോട്ട് സെൻഡ് ചെയ്തിട്ട് ബാക്കി ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളും അവിടെ നടക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുമ്പ്, അതിപ്പം 2025 സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനോടാണ് പ്രത്യേകം പറയാനുള്ളത്. അത് പറയുന്നതിന് മുമ്പ് ഒറ്റൊരു കാര്യം മക്കളെ, നമ്മുടെ 2 പുതിയ ബാച്ചസ് എന്ത് ചെയ്യാനുണ്ട് നമുക്കൊന്ന് പറയാനുണ്ട്. ഒന്നാമത്തെ നമ്മുടെ CGL Tier 1 ക്രാഷ് ബാച്ച് നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന Tier 1 എക്സാമിന് വേണ്ടി 2026 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ച് ആണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. രണ്ടാമത്തേത് നമ്മുടെ PYQ ക്രാഷ് ബാച്ച്. ഇതും 2026 എക്സാമിന് PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടി മാത്രമുള്ള ബാച്ച് ആണ് കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് കാൻഡിഡേറ്റ് പോർട്ടലിൽ നമ്മൾ സ്ലൈഡിംഗ് ഫ്രെയിം വർക്ക് ആ ഒരു വർക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത്. അപ്പൊ ഇത് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾ 2025 എക്സാം എഴുതിയ എല്ലാ ആൾക്കാരും പോയിട്ട് ഇതിൽ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കാണണമെന്നില്ല. ഓൺലി നമ്മൾ അതിൽ ക്വാളിഫൈ ചെയ്ത, ഇപ്പൊ നമ്മുടെ ആ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യില്ല, ഈ ഒരു ഓപ്ഷൻ കാണൂല കേട്ടോ. അപ്പൊ അതിലെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ SSC പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡാഷ് ബോർഡിൽ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ലൈഡിംഗ് വെന്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഇത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ വ്യൂ എന്നുള്ള ബട്ടണിൽ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇതാ ഇങ്ങനെയായിരിക്കും വരിക കേട്ടോ. നിങ്ങളുടെ ഡാഷ് ബോർഡ് എടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ വ്യൂ സ്ലൈഡിംഗ് വെന്യൂ ഡീറ്റെയിൽസ് എന്ന് കാണാം. ഐഡന്റിറ്റി വെരിഫിക്കേഷൻ സ്ലൈഡിംഗ് വെന്യൂ ഡീറ്റെയിൽസിൽ വ്യൂ സ്ലൈഡിംഗ് വെന്യൂ ഡീറ്റെയിൽസ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ രണ്ടാമത്തത് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ റീജിയൻ അല്ലെങ്കിൽ വെന്യൂ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എവിടെയാണോ, ഏത് സ്റ്റേറ്റ് ആണോ വേണ്ടത്, ഏത് സിറ്റി ആണോ വേണ്ടത്, അതേപോലെ തന്നെ ഏത് ദിവസം ഏത് ഷിഫ്റ്റിലും ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളൊരു ദിവസവും സ്ഥലവും സമയമൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാം. പക്ഷെ ഇത് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ, ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലാണ് ഇത് നടക്കുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് ആദ്യം തന്നെ റീജിയൻ സെലക്ട് ചെയ്യാൻ പറ്റും. റീജിയൻ നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് സ്ലോട്ട് സെലക്ട് ചെയ്യാം. സ്ലോട്ടിലാണെങ്കിൽ തന്നെ 4 സ്ലോട്ടാണ് 4 ഡിഫറെന്റ് ടൈമില്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വരുന്ന ആൾക്കാരാണ് ആദ്യം സെർവ് ചെയ്യുക, ആദ്യം ക്ലിക്ക് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാൻ പറ്റും ഓപ്ഷന്. അപ്പം ആദ്യം വരുന്ന ആള് ചൂസ് ചെയ്തതൊക്കെ റെഡ് സ്ലോട്ട് ആയിട്ടാണ് കാണിക്കാം. അത് ഓൾറെഡി ബുക്ക്ഡ് ആണ്, നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, നമുക്ക് ആ സ്ലോട്ട് എടുക്കാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് എന്തായിരിക്കും, ഒരു ഗ്രീൻ ആയിട്ടുള്ള സ്ലോട്ട് ആയിട്ടാണ് കാണിക്കുക. ഗ്രീൻ കളറിലാണ് കാണിക്കുക. ലൈക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ബേസിസിലാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഗ്രീൻ ആയിരിക്കും, അല്ലാത്തത് റെഡ് ആയിരിക്കും. അപ്പൊ ഗ്രീൻ ആയിട്ടുള്ള നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ലോട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കാം. അതിങ്ങനെയാണ് ആ ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കുക. നമ്മൾ സിനിമക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പോലെ ഓൾറെഡി ബുക്ക്ഡ് ആണെങ്കിൽ റെഡ് ആയിരിക്കും, അല്ലാത്തത് എന്തായിരിക്കും, അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ ആയിരിക്കും. അപ്പം ഇത് ഓപ്പൺ ആവുന്ന ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാൻ മറക്കാതിരിക്കാം. ഓക്കെ, അങ്ങനെ ഈ ഒരു സ്ലോട്ടും കൂടെ സെലക്ട് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അത് അവസാനത്തത് കൺഫർമേഷൻ ആണ്. ആ സെലക്ട് ചെയ്തിരിക്കുന്ന സ്ലോട്ട് എന്ത് ചെയ്യാണ്, കൺഫേം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആഫ്റ്റർ കൺഫേമിംഗ് ദ സ്ലോട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഒരു സമ്മറി ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയാണോ അതിൽ ഡാറ്റ കൊടുത്ത് വെച്ചുള്ള ഒരു സമ്മറി ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അത് വായിച്ചിട്ട് ഓക്കെ ആണോ എന്നുള്ളത് നോക്കി കൺഫേം ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ സമ്മറി, നിങ്ങൾ എന്താണോ ചൂസ് ചെയ്തിരിക്കുന്നത് അതെന്ത് ചെയ്യും, അവിടെ കാണിക്കും. അതായത് അതിലെല്ലാം ഉണ്ടാവും കേട്ടോ. അതിലെല്ലാം നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ വെന്യൂ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ സെലക്ഷൻ ടൈപ്പ് ഫിക്സ്ഡ് ആണോ അല്ലെങ്കിൽ ഫ്ലോട്ട് ആണോ എന്നുള്ളതൊക്കെ കാര്യങ്ങളും നിങ്ങൾ അതുവരെ കൊടുത്തതൊക്കെ അതിൽ കാണിക്കുന്നുണ്ടായിരിക്കും.
ഏകദേശം ഇതേപോലെ ഉണ്ടാവും. നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. സെലക്ഷൻ ഡീറ്റെയിൽസ്, അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, അതിന്റെ ഓപ്ഷൻ, സെലക്ഷൻ ഓപ്ഷൻ ഏതാണ്, ഫ്ലോട്ട് ആണോ ഫിക്സ് ആണോ, ആ പോസ്റ്റ് ഏതാണ്, പിന്നെ വെരിഫിക്കേഷൻ വെന്യൂ ഡീറ്റെയിൽസ്, ഏതൊക്കെ ഏത് ഡേറ്റ് ആണ് ഏത് ഇതാന്നൊക്കെ ഉള്ളത് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിന്റ് എടുക്കുക. ഇതാണ് നമുക്ക് എന്ത് വേണം എന്ന് പറഞ്ഞത്, ഇതിന്റെ സ്ലിപ്പ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഐവിക്ക് പോകുന്ന സമയത്ത്. അപ്പൊ അതിവിടെ പ്രിന്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് എടുക്കുക കേട്ടോ. ഇത് അതേപോലെ തന്നെ ഫിക്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഡിക്ലറേഷൻ ആണ്, അതും അതിന്റെ അലക്ഷറിൽ കൂടെ കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്, അത് പൂർണ്ണ ബോധ്യത്തോടെയാണ്, നമുക്കതിൽ ഹയർ ആയിട്ടുള്ള പോസ്റ്റോട്ട് അപ്ഗ്രേഡ് വരില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയാണെന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണ് കാൻഡിഡേറ്റിൻ്റെത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എന്താണ് ഈ ഒരു സ്ലൈഡിംഗ് മെക്കാനിസം എന്നുള്ളതും അവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്, നമ്മുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി ഇതേപോലെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അപ്പം അറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.